കഴിഞ്ഞയാഴ്ച അമേരിക്കയുടെ ചെന്നൈയിലെ കോൺസുലേറ്റിലുള്ള വൈസ് കോൺസുൽ ജനറൽ മർക്കസ് സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹം നേരത്തെ മർക്കസിലേക്ക് വിളിച്ചു, ഞങ്ങൾക്ക് കാന്തപുരം സാറിനെ ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തു. ഞങ്ങൾ ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടു, ഉസ്താദിനെ കാണാൻ അമേരിക്കയിലെ വൈസ് കോൺസുൽ വരുന്നുണ്ട്, ചെന്നൈയിലെ ഒരു അപ്പോയിന്റ്മെന്റ് നൽകണം എന്ന് പറയുന്നു. എന്താക്കണം? ആരും വന്നോട്ടെ, നമ്മൾ ഇബ്ലീസോ ശൈത്താനോ നേരെ വരികയാണെങ്കിൽ അവരെയും കൂടി സ്വാഗതം ചെയ്ത് അവരുടെ സംശയം എന്താന്ന് വെച്ചാൽ തീർത്തു കൊടുക്കാൻ റെഡിയാണല്ലോ, വന്നോട്ടെ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട്, അമേരിക്കന്റെ ഒരു കോൺസുൽ ജനറലോ വൈസ് കോൺസുൽ ജനറലോ ഒക്കെ വെറുതെ വരൂല. കാരണം അവർക്കൊക്കെ ഒരുപാട് തിരക്കുണ്ടാകും, വരുമ്പോ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാകും, എന്തോ ഗൂഢാലോചനയും ഉണ്ടായിക്കൂടായികയില്ല. ഇതൊക്കെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം കൃത്യം 2:30 1 മണിക്കൂർ മർക്കസ് മുഴുവൻ ചുറ്റിക്കണ്ടു, ഉസ്താദുമായിട്ട് സംസാരിച്ചു. അവസാനം ഞങ്ങൾ ചോദിച്ചു, അല്ല, അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ ഈ യാത്രയുടെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണം. ആ അമേരിക്കയുടെ കോൺസുലേറ്റിലെ വൈസ് കോൺസുൽ പറഞ്ഞതെന്താ? എല്ലാവരും വെയിറ്റ് ചെയ്യും. ഇപ്പോ മജീദ് സാഹിബ് ഇപ്പൊ തിരിച്ചു വരും, അദ്ദേഹം ക്യാമ് കിട്ടില്ല, അപ്പൊ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കാന്തപുരത്തെ മാത്രം കണ്ട് ഈ വിഷയത്തിൽ ക്ഷമാപണം നടത്തിയാൽ മതി എന്ന് ഞങ്ങളുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. മറ്റു പല സ്ഥലത്തും ചെല്ലാത്തപ്പോ അവർക്കൊക്കെ വലിയ വിഷമമുണ്ട്. ഇപ്പൊ അമേരിക്കയും അങ്ങോട്ടാ പോകുന്നത്. അവിടെ വന്നത് വേറൊന്നിനുമല്ല, വ്യക്തമായി പറഞ്ഞു വന്നത് ഇതിനാണ്. ഈ വിഷയത്തിൽ ഇവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ, അല്ലെങ്കിൽ വേദന മാറ്റാൻ മാപ്പപേക്ഷിക്കണമെങ്കിൽ, പ്രവാചക സ്നേഹം എന്നത് ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയ വലിയ പണ്ഡിതൻ അത് കാന്തപുരമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവിടെ വന്നത്. അല്ലാത്തോല അവസ്ഥ എന്താ? എനിക്ക് പറയാൻ വിഷമമുണ്ട്, എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മുടെ കേരള ജനതക്ക് ഒരു വലിയ സമ്മാനമായി ഷായറെ മുബാറക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കൈകളിലൂടെ നമുക്ക് ലഭിച്ചു. നോക്കണം, നിങ്ങൾ ഈ നാട്ടിൽ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ, ഒരൽപ്പം മനുഷ്യത്വമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്നത് കേൾക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊച്ചിയിൽ ചെന്ന് ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട ഒരു അഭിഭാഷകനുമായി ഈ സമയം, ഏതാണ്ട് ഇതേ സമയം ഞങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട അഭിഭാഷകൻ ഷായറെ മുബാറക്കിനെതിരെ നമ്മുടെ മറുവിഭാഗം കൊടുത്ത പെറ്റീഷന്റെ കോപ്പി കാണിച്ചുകൊണ്ട് വായിച്ചു തന്നതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ തന്നു. വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്താ മറുവിഭാഗം ഷായറെ മുബാറക്കിനെതിരെ കൊടുത്ത പെറ്റീഷനിലുള്ളത് എന്നറിയാമോ? ഈ മുടി ഒറിജിനൽ ആണെങ്കിൽ പോലും ഇതിവിടെ വെക്കാൻ അനുവദിക്കരുത്. കാരണം ഈ ഇതുപോലത്തെ ഒരു മുടിയുള്ളത് കാശ്മീരിലാണ്, അവിടെ മുഴുവൻ ഭീകരവാദികളാണ് എന്നാണ് ആ കത്തിൽ പെറ്റീഷനിൽ അവർ എഴുതിയിട്ടുള്ളത്. എങ്കിൽ ഒരൽപ്പം മനുഷ്യത്വമുള്ള ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, മറുവിഭാഗം എന്താ മനസ്സിലാക്കുന്നത്? കാശ്മീരിലെ ഭീകരവാദം ഉണ്ടാകാൻ കാരണം അവിടെയുള്ള ഹസ്രത്ത് ബാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയാണ് എന്നല്ലേ ഇവന്മാര് പറഞ്ഞു വരുത്തിയത്? ഇത് കിട്ടുന്ന ജഡ്ജി അല്ലെങ്കിൽ ഇത് കിട്ടുന്ന വക്കീൽ അവർക്ക് ഇതിനെപ്പറ്റി അറിയൂലല്ലോ. ഒരു പക്ഷേ അത് ശരിയാണ് എന്നവർ ധരിച്ചുകൂടായികയില്ല. നിങ്ങൾ ആലോചിക്കണം, ഈ പെറ്റീഷൻ കൊടുത്തവൻ അവനെ പറ്റി എന്ത് പേരാ പറയേണ്ടത്? മുനാഫിക്ക് എന്നാണോ, യഹൂദി എന്നാണോ, സിയോണിസ്റ്റ് എന്നാണോ, നിരീശ്വരവാദി എന്നാണോ, മറ്റെന്തോ പേരാണോ? നിങ്ങൾ തീരുമാനിക്കൂ. ഞാനൊരു പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി പറയുകയല്ല. അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ അന്വേഷിക്കണം, മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞല്ലോ. അമേരിക്കക്കാരൻ വന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാ. കാന്തപുരത്തിനോട് മാപ്പ് പറയേണ്ടത് തന്നെയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. വക്കീലിന് ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ ഈ മുടി ഒറിജിനൽ ആണെങ്കിൽ തന്നെ ഇത് വെക്കാനോ സൂക്ഷിക്കാനോ അനുവദിക്കരുത്. കാരണം ഇതുപോലത്തെ ഒരു മുടിയുള്ള കാശ്മീരിൽ ഭീകരവാദം തഴച്ചു വളർന്നിരിക്കുകയാണ് എന്ന് പെറ്റീഷനിൽ ഒരു ഈമാനിന്റെ തരിയുള്ളവൻ എഴുതി കൊടുക്കാൻ പറ്റുമോ
പറഞ്ഞോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? അത് എഴുതി കൊടുത്താൽ ഇവന്റെ വിശ്വാസം എന്താണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മുടിയുണ്ടായത് കൊണ്ട് യുദ്ധം വരെ വിജയിക്കാൻ കഴിഞ്ഞു എന്നാണ് സ്വഹാബാക്കളുടെ വിശ്വാസമെങ്കിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആ മുടി സൂക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ ഭൗതികവും അഭൗതികവുമായ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണത് എന്ന് കരുതിയിരുന്നു എങ്കിൽ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ മുഴുവൻ അവരുടെ കുട്ടികൾക്കും മക്കൾക്കും മുഹിബ്ബീങ്ങൾക്കുമൊക്കെ ഇതിട്ട വെള്ളം കൊടുത്തിരുന്നു എങ്കിൽ അത് തങ്ങളുടെ ഇഹപര വിജയത്തിന്റെ അടിസ്ഥാനമാണ് എന്നാണ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ മറുവിഭാഗം മനസ്സിലാക്കിയത് ഈ മുടി ഭീകരവാദത്തിലേക്ക് നമ്മെ എത്തിക്കും എന്നാണ്. നഊദു ബില്ലാഹ്. മുർത്തദ്ദാകാൻ ഇനി വല്ലതും വേണം.